ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ജയിലിൽ പ്രവേശിച്ചതിൽ പിന്നെ അനീഷ് ഒട്ടും തന്നെ ഒരു ഉഷാറല്ലായിരുന്നു. ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. കഞ്ഞി വേണ്ട, എനിക്ക് കഞ്ഞി വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ബിഗ് ബോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ എന്തിനാണ് ബിഗ് ബോസ് ജയിലിൽ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച്, അങ്ങനെ എനിക്ക് ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നിട്ടും എന്നെ ഇട്ടില്ല, ഞാൻ ക്യാപ്റ്റൻ ആവുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അനുമോളുടെ അടുത്തായിട്ടും പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് പുള്ളിയുടെ ഉള്ളിൽ തട്ടിയിട്ട് പറയുന്നതാണോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടി പറയുന്നതാണോ എന്നുള്ളൊരു കാര്യം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും സീസൺസ് കണ്ടുള്ളത് വെച്ചിട്ട് ക്യാമറയ്ക്ക് വേണ്ടി ഒരാളെ ചെയ്യുന്നതും ഉള്ളിൽ തൊട്ട് പറയുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് തന്നെയാണ് എനിക്ക് ഈ ഒരു കേസിലും പറയാനായിട്ടുള്ളത്. അനീഷ് ഉള്ളിൽ തട്ടി തന്നെയാണ് പറയുന്നത്. ക്യാപ്റ്റൻ ആവാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് അനീഷ് ഉള്ളിൽ തട്ടി തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് വീക്കില് ബിഗ് ബോസ് അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയതാണ്. ബിഗ് ബോസ് ആക്കിയത് കൊണ്ട് അനീഷ് അന്ന് ക്യാപ്റ്റൻ ആയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആവത്തില്ലായിരുന്നു. ഇപ്പൊ 3 ആഴ്ചയോളം അനീഷിന്റെ ക്യാപ്റ്റൻസിക്ക് നോമിനേഷൻ തന്നെ റദ്ദാക്കിയിരിക്കുകയായിരുന്നു ഹൗസ് മേറ്റ്സ്. ഇന്നാണ് അനീഷിന് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ആ സമയത്ത് അനീഷ് നെവിന്റെ ഒക്കെ പേര് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പൊ ലൈവിൽ ഇരുന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇന്നലത്തെ പോലെ തന്നെ ക്വാളിറ്റി ടോക്സ് ആണ്. ഇൻട്രോ വീഡിയോ എങ്ങനെയാണ് ചെയ്തത്, ഇൻട്രോ വീഡിയോയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ്. അനീഷ് പറയുന്നുണ്ട് വായനശാലയുടെ അതിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ അനുമോള് പറയുന്നു, ഓ ബേബി ശാലിനിയുടെ മറ്റേ അനിയത്തിപ്രാവിന്റെ അകത്ത് സീൻ പോലെ അല്ലേ എന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ടോക്സ് ആണ് ഇവര് ലൈവിനകത്ത് ഇപ്പൊ ജയിലില്. അനീഷ് കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. അനുമോള് നിർബന്ധിച്ച് അനീഷിനെ കൊണ്ട് കഞ്ഞി കുടിപ്പിച്ചു. ചമ്മന്തിയൊക്കെ കൂട്ടി നല്ലൊരു പിടുത്തം തന്നെ പിടിച്ചിട്ട് രണ്ടുപേരും അവിടെ ആ ഒരു ജയിലിന്റെ ഏരിയയിൽ കിടക്കുകയാണ്. രണ്ടുപേരും കൂടെ കിടന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അനീഷിന്റെ ഈ ഒരു വിഷമമൊക്കെ അനുമോള് മാറ്റിയെടുത്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡൗൺ ആയിരുന്നു. 3 ആഴ്ച ആയതുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഡൗൺ ആവരുത് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അനീഷിനെ ആ ഒരു മൈൻഡ് ഡൈവേർട്ട് ആക്കി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ലൈവിൽ കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.